ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ കാറിൻ്റെ അകത്ത് ഞാൻ പെയിൻ്റ് അടിച്ചായിരുന്നേ. പെയിൻറ്റ് മാത്രമല്ല, അതിൻ്റെ അകത്ത് ചില ചേഞ്ചസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നോക്ക് ഗൈസ്, ഒരു ഭാഗമാണ് തുറന്നിടാൻ നിൽക്കുക. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്ക് ഗൈസ്, ഇതാണ് എൻ്റെ ഫ്ലോർ. ഇത് ഞാൻ ഓൾറെഡി എല്ലാ പണിയും ചെയ്തതായി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, എല്ലാം ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് എന്നാന്നൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. ഇത് ഓൾറെഡി ഞാൻ ചെയ്തായി, സെറ്റായി. അപ്പം ചെയ്ത് അങ്ങനെ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുക എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഓരോ ആൾക്കാരുടെ കയ്യിൽ മാരുതി 800 ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെയിൻറ്റൊക്കെ അടിക്കാൻ കാണും. അപ്പോൾ ചിലവർക്ക് ഉപകാരമാവട്ടെ എന്ന് ഓർത്താണ്. ഫസ്റ്റ് ഒന്നുമില്ല, നമ്മൾ എല്ലാം ഊരണം. ഇതിൻ്റെ അകത്ത് ഡ്രൈവർ സീറ്റ്, ഇപ്പുറം ഈ സീറ്റ്, പിന്നെ നമുക്ക് പുറകിലേക്ക് പോകാം. ഓക്കെ, ഇത് ഞാൻ ഊരിയില്ലായിരുന്നേ, ഇത് ഊരി. അത് ഊരാൻ പറ്റും, ഞാൻ ഊരിയില്ല, അത് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത ശേഷം ശരിക്കും നമ്മൾ എന്നെ ചെയ്യണമെന്ന് അറിയാം, ഒന്നെല്ലാം ക്ലിയർ ചെയ്യും. ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ട് ഓൾറെഡി, ഇങ്ങനെയൊക്കെ പൊടിയൊക്കെ കാണും. ആ പൊടിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് തുരുമ്പുള്ള അടുത്തൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് ടച്ചപ്പ് ചെയ്യണം. അത് ശരിക്കും ഒന്ന് കഴുകിയിട്ട് ഉണങ്ങാൻ കുറച്ച് നേരം വയ്ക്കുക, ഉണങ്ങാൻ വേണ്ടി. അതിനുശേഷം എപ്പോക്സി പെയിൻ്റ് ഉണ്ട്. അത് ചിലവർക്ക് വേറെ വേറെ പെയിൻ്റ് അടിക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം. ഞാൻ അടിച്ച പെയിൻ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതാ, ഗ്രേ കളർ പെയിൻറ്റ്. ലൈറ്റ് ഗ്രേ അല്ല, ഡാർക്ക് ഗ്രേ പെയിൻ്റാണ് ഞാൻ അടിച്ചത്. കണ്ടോ, ഫുള്ള് ഞാൻ ഇവിടെ അടിച്ചേ, സൈഡിലും അടിച്ചു. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കിത്? സൈഡിലൊക്കെ ഞാൻ അടിച്ച പെയിൻറ്റ് ഫുള്ള്. ഫ്ലോർ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുള്ള് അടിച്ചു എല്ലായിടത്തും. അതേപോലെ തന്നെ പുറകിലും അടിച്ചിട്ടുണ്ട്. ഫുള്ള് ചുറ്റോടും പെയിൻ്റ് അടിച്ച് ഫുള്ള്. അതിനുശേഷം എന്നായിരുന്നു, ഫുള്ള് ഞാൻ ഇതെല്ലാം ഊരി എല്ലാം ഒന്ന് സീറ്റിൻ്റെ അടിഭാഗം അത് കേട്ടോ, എല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ്. എല്ലാം ഞാൻ പെയിൻ്റ് അടിച്ചു. പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എല്ലാം ലൂസായിരുന്നു, അത് കഴിഞ്ഞ് ഗ്രീസൊക്കെ ഇട്ട്. പിന്നെ ഈ തുരുമ്പ് പോകാൻ എന്നാന്ന് വെച്ചാൽ WD 40 എന്ന് പറഞ്ഞു കിട്ടും, സ്പ്രേ ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, തുരുമ്പ് തന്നെ പൊക്കോളും. തുരുമ്പ് കൂടുതലുള്ളിടത്ത് ശരിക്കും അടിച്ചു വിട്ടാൽ മതി. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഞാനത് ആ സീറ്റും അത് എല്ലാം അടിച്ച്. അതിനുശേഷം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം അതിലേക്ക് ചവിട്ടരുത് കേട്ടോ, പൊടി അതേപോലെ പിടിച്ചിരിക്കും. ഉണങ്ങാൻ വെക്കണം. ഉണങ്ങി വെച്ച ശേഷം നമുക്ക് ഫ്ലോറ് മാറ്റ് ചിലവർ ചെയ്യിക്കും, ഞാൻ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്തെങ്കിൽ ചിലവർ പറയണത് അത് പിന്നെയും തുരുമ്പെടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മാരുതി വെബ്സൈറ്റിൽ പോയിട്ട് ഇങ്ങനത്തെ മാറ്റുകൾ കിട്ടി. ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ മാരുതി 800 അവരുടെ വെബ്സൈറ്റിൽ പോയത്.
മാരുതിക്കാരുടെ. എന്നിട്ട് ഓൺലൈനിൽ ഞാൻ മേടിച്ചു കിട്ടും. പുറത്ത് സെപ്പറേറ്റാണ് കിട്ടുന്നത്. മുമ്പിൽ വേറെ, പുറകിൽ വേറെ. പുറകിൽ ഇത് മുമ്പ് സൈഡിലാട്ടോ, ഇത്ര മുമ്പ് സൈഡിൽ. പുറകിൽ ഞാൻ കാണിക്കാം ഗൈസ്. ഇത് പുറകിൽ തന്നെ. അത് കാണുമ്പോൾ തന്നെ ഒരു അഴകുണ്ട് കേട്ടോ. അകത്ത് കയറുമ്പോൾ നല്ലൊരു അഴകാണ്. സൂട്ടായിട്ട് സാധനം കറക്റ്റ് കിട്ടി. അത് കറക്റ്റേ കിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അത് നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എനിക്കത് ആയത് ഒരെണ്ണത്തിന് 516 പിന്നെ ഒന്ന് 200 ചില്ലറ, അങ്ങനെ 900 ചില്ലറ. ഇവിടെ എത്തുമ്പോഴത്തേന് അതെല്ലാം ആഡാവില്ല, GST അത് ഇതൊക്കെ. 1000 ഉള്ളിലായുള്ളൂ എനിക്കത്. അത് മേടിച്ചിട്ട് ഒരു എന്നു വെച്ചാൽ കാണുമ്പോൾ തന്നെ ഒരു അഴകാണ് അതുള്ളത്. കണ്ടോ, ക്ലീനായിട്ട് അവർ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ എങ്ങനെ കാറിന് മാരുതി 800 ഉണ്ടോ അതേപോലെ കിട്ടും നമുക്ക്. ചിലർ ഫ്ലോർ ഇത് മാറ്റ് ചെയ്യും, കടയിൽ പോയി ചെയ്യാമെന്നേ ഉള്ളൂ. അതിന് ഇച്ചിരി വില കൂടുതലാണ്. ഇതാണെങ്കിൽ 1000 രൂപയുടെ അടുത്ത് തീരും. അത് ഞാൻ ചെയ്തു. പിന്നെ പെയിൻ്റ് അടിച്ച് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല കേട്ടോ. എല്ലാം പെയിൻ്റ് അടിച്ചായിരുന്നു, എല്ലാം ഊരണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഈ സീറ്റിൻ്റെ അടിയിലുള്ള നെറ്റെല്ലാം പുതിയതിട്ടു, എല്ലാം തുരുമ്പെടുത്തതാണ്. നമ്മൾ ഊരി കഴിയുമ്പോൾ എന്നാന്ന് വെച്ചാൽ അത് പോയിട്ടുണ്ടെങ്കിൽ പുതിയ ഇടണം. അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. അതിന് എത്ര 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുതിയത് ഇടാമെന്നേ ഉള്ളൂ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയില്ലായിരുന്നു. കണ്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ. ഓക്കെ, കാണിക്കാം. ഇതുകൊണ്ട് ഗൈസ്, ഓക്കെ ഇത് കണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതെല്ലാം ഇപ്പം ശരിയായിട്ടോ. ഒരു നീറ്റായി, ഉൾഭാഗം ഇച്ചിരി നീറ്റായി. ആ മാറ്റും കൂടി ഇടുമ്പോൾ കറക്റ്റാവും. ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാമെന്നുണ്ട് കേട്ടോ. എപ്പോക്സി മേടിക്കുക. എപ്പോക്സിക്ക് ഞാൻ ഇവിടെ ഉണ്ട് ഗൈസ്, ഞാൻ കാണിക്കാം. അതിൻ്റെ ടിൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നേ. നോക്കട്ടെ, ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് കാണിക്കാം. നോക്ക്, ഇതാണ് പെയിൻറ്റ് കേട്ടോ, നിപ്പോൺ പെയിൻറ്റ് എപ്പോക്സി. ഇതിൻ്റെ MRP കിടക്കുന്നത് കണ്ടോ, ഗ്രേ കളറാട്ടോ, 292 രൂപ. ഇച്ചിരി ഉണ്ട്, അത് ചിലയിടത്ത് എനിക്ക് ടച്ചപ്പ് ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ പിന്നെ പോയി മേടിച്ചതാട്ടോ. ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോയി മേടിച്ചായിരുന്നു ഞാൻ ഒരു ടിന്നും കൂടെ. എന്നിട്ടാ ഞാൻ ഫുഡ് അടിക്കും. വലിയ ടിന്ന് മേടിച്ചാൽ മതി, ഞാൻ ചെറുതായിരുന്നു മേടിച്ചത്, അതുകൊണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഗ്രേ. കണ്ടോ, ആർക്കെങ്കിലും പെയിൻ്റ് അടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് എല്ലാം ഊരണം, സീറ്റ്, അത് പിന്നെ ഫ്ലോർ ഫുള്ള് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ശേഷം നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും കണ്ടല്ലോ ഗൈസ്. അപ്പം പിന്നൊരു വീഡിയോ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.